പിണറായിസം, ഹിറ്റ്ലറിസം, സതീശനിസം, മരുമോനിസം, പി വി അൻവർ സംസാരത്തിനിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇസങ്ങളാണിതെല്ലാം. ഈ വാക്കുകളെല്ലാം ആവർത്തിച്ച് പൊതുപ്രയോഗങ്ങളാക്കി മാറ്റാൻ അൻവർ ബോധപൂർവം ശ്രമിക്കുന്നത് ഭാഷാപരമായ ഒരു വാർഫെയർ കൂടിയാണെന്ന് തോന്നുന്നു. പക്ഷേ അൻവറിൻ്റെ യുദ്ധം ആർക്കെതിരെയാണെന്നത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ സമസ്യയായി മാറിയിട്ടുണ്ട്. അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു നിലമ്പൂരിൽ. ഇന്നത്തെ പകൽ കൂടി കഴിഞ്ഞതോടെ പി വി അൻവർ സ്വന്തം മുന്നണിയും സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിച്ച് രംഗത്തെത്തിയതോടെ അത് കൂടുതൽ സങ്കീർണമായിരിക്കുന്നു. എന്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പൊതുചിത്രം? എന്താകും ഈ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പരിണതി? RDX റാപ്പ് കണ്ടുവരാം 51 സെക്കൻഡിൽ. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നൊരു സംവിധാനം അതിവേഗം തട്ടിക്കൂട്ടിയാണ് അൻവർ തെരഞ്ഞെടുപ്പ് അംഗത്തിലേക്ക് ഇറങ്ങിയത്. ഇടതുപക്ഷത്തോട് കലഹിച്ച് MLA സ്ഥാനം രാജിവെച്ചിറങ്ങി വന്ന അൻവർ അതേ ഉപതെരഞ്ഞെടുപ്പിന് വീണ്ടും കച്ചമുറുക്കുന്നു. ഇടതും വലതും NDAയും സ്ഥാനാർത്ഥികളെ ഇറക്കിയ കളത്തിലേക്ക് അൻവറും ഇറങ്ങുമ്പോൾ സകല പ്രവചനവും അസാധ്യം. തന്റെ മുന്നണിക്ക് ആം ആദ്മി പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചെന്ന് അൻവർ പറയുന്നു. മലയോര കർഷകരും തൊഴിലാളികളും കൂടെയുണ്ടെന്നാണ് അവകാശവാദം. വ്യാപാരികളുടേതടക്കം ചെറിയ സംഘടനകളെ കൂടെ കൂട്ടാനും ശ്രമിക്കുന്നുണ്ട്. പിണറായിസം കേരളത്തിൽ അവസാനിപ്പിക്കും, VD സതീശന്റെ ഹിറ്റ്ലറിസം അവസാനിപ്പിക്കും എന്നീ രണ്ട് വാചകങ്ങളാണ് അൻവർ ആവർത്തിക്കുന്നത്. തന്നെ തകർക്കാൻ പിണറായിയും സതീശനും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്നും അൻവറിന്റെ പക്ഷം. ഇരു മുന്നണികളെയും ഒരുപോലെ പാഠം പഠിപ്പിക്കുമെന്നതുകൊണ്ട് അൻവർ അർത്ഥമാക്കുന്നത് എന്താണെന്ന് ഇപ്പോഴും അജ്ഞാതം. LDFനോടും UDFനോടും BJPയോടും മത്സരിച്ച് അൻവർ വീണ്ടും ജയിക്കുക എന്നത് ഏറെക്കുറെ അസാധ്യം. അൻവർ എത്ര വോട്ടുകൾ പിടിക്കും? അത് ആർക്ക് ഗുണം ചെയ്യും? ആരെ തോൽപ്പിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവരെല്ലാം ഉറ്റുനോക്കുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. പി വി അൻവറാണ് നിലമ്പൂരിലെ ഇപ്പോൾ കാണുന്ന ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായത്. പക്ഷേ അൻവറിലല്ല നിൽക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നിശ്ചയമായിട്ടും LDF UDF പോരാട്ടമായി മാറുമോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എങ്ങനെ വന്നു ഉപതെരഞ്ഞെടുപ്പ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റ് വിശദാംശങ്ങളായിട്ട് പരിശോധിച്ച് പോകേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നത്? സ്വർണ്ണക്കടത്ത്, ADGP MR അജിത് കുമാർ, P ശശി വിഷയങ്ങളിൽ അൻവർ CPIMനോട് തെറ്റി. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് നിരന്തരം വാർത്താ സമ്മേളനങ്ങൾ ആ ഭാഗത്ത് നിന്നുണ്ടായി. 2024 സെപ്റ്റംബർ 26 ഇടതുമുന്നണി വിടുന്നതായി പി വി അൻവർ പ്രഖ്യാപിച്ചു. 2025 ജനുവരി 13 MLA സ്ഥാനം രാജിവെച്ചു. സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറുകയും ചെയ്തു അൻവർ. നിലമ്പൂരിലെ വോട്ട് കണക്ക് 2016 ഇങ്ങനെയാണ്. ഇടത് പിന്തുണയോടെ 11,504 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പി വി അൻവറിന് ജയമുണ്ടായത്. ആ തവണ പരാജയപ്പെടുത്തിയത് കോൺഗ്രസിന്റെ ആര്യാടൻ ഷൗക്കത്തിനാണ്, നമുക്ക് ഓർമ്മയുണ്ട്. അൻവർ നേടിയത് 77,858 വോട്ടാണ്. ഷൗക്കത്തിന് നേടാനായത് 66,350 വോട്ടുകളും. BDJS 12,284 വോട്ടും SDPI സ്ഥാനാർത്ഥി 4,751 വോട്ടും നേടി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നിലമ്പൂരിലെ വോട്ട് കണക്ക് 2021 ഇങ്ങനെയാണ്. കോൺഗ്രസിന്റെ VV പ്രകാശിനെ തോൽപ്പിച്ച് നിലമ്പൂരിൽ തുടർച്ചയായ രണ്ടാം തവണയും പി വി അൻവറിന് ജയമുണ്ടായി. ഭൂരിപക്ഷം 11,504 നിന്ന് 2,700 ആയി കുറഞ്ഞു എന്ന് നമുക്കറിയാം. അൻവറിന് കിട്ടിയത് 81,227 വോട്ട് ആണ്. VV പ്രകാശിന്, കോൺഗ്രസ് സ്ഥാനാർത്ഥി VV പ്രകാശിന് 78,527 വോട്ടുകൾ കിട്ടി. BJP നേരിട്ടിറങ്ങിയെങ്കിലും വോട്ട് കുറയുകയാണ് ഉണ്ടായത്. അഡ്വക്കേറ്റ് TK അശോക് കുമാറിന് കിട്ടിയത് 8,595 വോട്ടുകൾ മാത്രമായിരുന്നു. 2021 SDPIക്ക് കിട്ടിയത് 3,281 വോട്ടുകളാണ്. ഇത്തവണ പിന്തുണ UDFന് ആയിരുന്നു. പാർട്ടിയുടെ സ്വന്തം സ്വരാജ്. ഇടതുപക്ഷത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ ഇടവേളയ്ക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ഇടതുമുന്നണിക്ക് പോസിറ്റീവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിലമ്പൂർ സ്വദേശിയെ തന്നെ മത്സരത്തിന് ഇറക്കിയതിലൂടെ വോട്ട് കൂട്ടാൻ ഇടതുമുന്നണി ലക്ഷ്യമിടുന്നുണ്ട്. മലപ്പുറത്തെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം ജനതയ്ക്കിടയിൽ നല്ല സ്വാധീനം CPIMന് ഇടതുപക്ഷത്തിനുണ്ട് എന്നതാണ് നമ്മൾ കാണുന്നത്. ചർച്ചകളിൽ ഉൾപ്പെട്ട പാർട്ടിയുടെ മുഖമായതിനാൽ സ്വരാജ് നാട്ടുകാർക്ക് സുപരിചിതനാണ്. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ സ്വരാജിൻ്റെ വിജയം ഉറപ്പാക്കുമെന്ന പ്രതീക്ഷ ഇടതുപക്ഷത്തിനും CPIMനുമുണ്ട്. മതേതര പ്രതിച്ഛായ, ആശയ വ്യക്തത, വിനിമയശേഷി, ക്ലീൻ ഇമേജ്, ഇതെല്ലാം കൊണ്ട് സ്വരാജ് ശ്രദ്ധേയനാണ് എന്ന് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം. നിലമ്പൂരിൻ്റെ സ്വന്തം ഷൗക്കത്ത് എന്ന പ്രത്യേകത ആര്യാടൻ ഷൗക്കത്തിനുണ്ട്. അവർ വിജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നിലമ്പൂർ മലപ്പുറത്തെ പരമ്പരാഗത കോൺഗ്രസ് കോട്ടയായ മണ്ഡലമാണ് എന്ന് നമുക്കറിയാം. പിതാവ് ആര്യാടൻ മുഹമ്മദിൻ്റെ വ്യക്തിബന്ധങ്ങൾ ഷൗക്കത്തിന് ഗുണം ചെയ്യും എന്ന് നമുക്കറിയാം.
എന്നാണ് അവരും കണക്ക് കൂടുന്നത്. 2016 മണ്ഡലത്തിൽ മത്സരിച്ചതിൻ്റെ പരിചയ സമ്പത്ത് ഷൗക്കത്തിന് അനുകൂലമായിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ താഴെ തട്ടിലുള്ള ഇടപെടൽ, ബന്ധങ്ങൾ, അൻവറിലേക്ക് പോയ ഇടതുവിരുദ്ധ വോട്ടുകൾ പാർട്ടിയിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ. UDFിൻ്റെ അഭിമാന മത്സരമാണ് ഇത്. മുഴുവൻ സംഘടനാശേഷിയും അവർ വിനിയോഗിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലമ്പൂരിലെ അൻവർ എഫക്റ്റ് എന്താണ് എന്ന് നമുക്കറിയാം. തുടർച്ചയായ 2 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചതിൻ്റെ പരിചയ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. നാട്ടുകാരോട് ചേർന്ന് നിന്ന MLA എന്ന പ്രതിച്ഛായ PV അൻവറിന് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹത്തെ ആരാധിക്കുന്നവർ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ വിചാരിക്കുന്നു. ഷൗക്കത്ത് വിരുദ്ധരായ കോൺഗ്രസ്സുകാരുടെ വോട്ടുകൾ പെട്ടിയിൽ വീഴുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നപ്പോൾ കിട്ടിയ ഒരു വിഭാഗം വോട്ടുകൾ കിട്ടിയേക്കും എന്ന് വിചാരിക്കുന്നു. ഇടതും വലതും തന്നെ ചതിച്ചെന്ന ക്യാമ്പയിനിലൂടെ സ്വാധീനമുയർത്താൻ ശ്രമിക്കും അൻവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അൻവർ ആരും കാണാത്തതിനപ്പുറം കളിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് എന്ന ഇമേജ് അദ്ദേഹത്തിനുണ്ട്. അപ്രതീക്ഷിത നീക്കങ്ങൾ ഇനിയും നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്ന് നമ്മോടൊപ്പം അല്പസമയത്തിനകം മഹേഷ് ചന്ദ്രൻ കൂടെ ചേരും. അവിടെ നമുക്കറിയാം ഇന്ന് പല കാര്യങ്ങൾ നടന്ന ദിവസമാണ്. രാഷ്ട്രീയമായിട്ട് വലിയ സംഭവങ്ങൾ അവിടെ ഉണ്ടായി. പ്രത്യേകിച്ചും ഈ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം, ഏറ്റവും പരമോന്നതമായ നേതൃത്വം പാണക്കാട് കുടുംബത്തിന് ആരും വന്നില്ല എന്നതും അവിടെ വ്യത്യാസമായിട്ടുണ്ട്. മഹേഷ്, ഇന്ന് ഈ പാണക്കാട് തങ്ങൾ വന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കാര്യമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. ഏത് നിലക്കായിരിക്കും അത് UDFിൻ്റെ ഒരു ഇനിയുള്ള മുന്നോട്ട് പോക്കിനെ സ്വാധീനിക്കുക? ആദ്യ ദിവസം വന്നില്ലെങ്കിലും ഇനി അങ്ങോട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ MK മുനീർ നേരത്തെ ലീഗ് യോഗത്തിനകത്ത് സതീശനെതിരായ വികാരം ഉണ്ടായോ എന്ന ചോദ്യത്തെ നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ലീഗ് ഒരു ചെറിയ ഉടക്കിലാണോ മുന്നോട്ട് പോകുന്നത്? സനീഷ, അടുത്ത കാലത്തൊന്നും മലപ്പുറത്ത് നടന്നിരുന്ന തെരഞ്ഞെടുപ്പുകൾ, അത് എന്ത് തെരഞ്ഞെടുപ്പായാലും ആ തെരഞ്ഞെടുപ്പിലൊന്നും ഇതുപോലെ പാണക്കാട് കുടുംബത്തിൽ നിന്നും ആരും പങ്കെടുക്കാത്ത സാഹചര്യം UDFിൻ്റെ കൺവെൻഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത് ഇത്തവണ സംഭവിച്ചിരിക്കുന്നു. അതിന് പ്രധാന കാരണം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ ഹജ്ജിന് പോയിരിക്കുകയാണ്. മുനവർ തങ്ങളും ഗൾഫിൽ പോയിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഇവിടെയില്ല. പക്ഷേ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹം പാണക്കാട് കുടുംബാംഗമാണ്, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അതേ സമയം തന്നെ ജില്ലയിലെ മറ്റ് പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ കൺവെൻഷനിലേക്ക് അദ്ദേഹം എത്തി നോക്കുക പോലും ചെയ്തിട്ടില്ല. അതാണ് വലിയ തോതിൽ പാണക്കാട് കുടുംബത്തിൽ നിന്നും തങ്ങൾ കുടുംബത്തിൽ ആരും ഇവിടെ ഉണ്ടാകില്ല എന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള സാഹചര്യം ഉണ്ടായത്. അവിടെ ഈ അബ്ബാസ് തങ്ങളെ ഈ കൺവെൻഷൻ വിളിച്ചത് തന്നെ വളരെ വൈകിയാണ്. വേണ്ട രീതിയിൽ വിളിച്ചില്ല എന്നൊരു പരാതി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു പരിപാടികൾ നേരത്തെ നിശ്ചയിച്ചതാണ്. ആ പരിപാടികളിൽ പോയി എന്നാണ് അവരുടെ വിശദീകരണം. എന്നാൽ കൺവെൻഷൻ അപ്പുറത്തേക്ക് നേരത്തെ പരിപാടികൾ തീരുമാനിച്ചതുകൊണ്ട് അവിടെ പോയി എന്ന് മാത്രമാണ് ലീഗ് നേതാക്കളുടെ ഭാഗത്തൊക്കെ തന്നെ ഇതിനെ ഒരു എന്താ പറയുക, ഇതിനെ ലഘൂകരിക്കാൻ വേണ്ടി പറയുന്നത്. അതുതന്നെയാണ് കോൺഗ്രസും അത്തരത്തിലേക്ക് UDF നേതാക്കളും പറയുന്നത്. പക്ഷേ ലീഗിന് അതൃപ്തിയുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. അത് ഇന്ന് MK മുനീറിൻ്റെ വാക്കുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതായിരുന്നു. അവിടെ സതീശനെതിരെ ചർച്ച നടന്നോ ഇല്ലയോ എന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ചർച്ച നടന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അദ്ദേഹം അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഈ അൻവറുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം UDFിനെ നന്നായി തന്നെ ഉലച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി പ്രതിഫലനമാണ് ഇത്. അപ്പോൾ ഈ പാണക്കാട് നിന്നും സാദിഖ് അലി തങ്ങൾ വരാതിരുന്ന അദ്ദേഹം ഹജ്ജിന് പോയതുകൊണ്ടാണ്, മുനവർ തങ്ങൾ ദുബായിലായതുകൊണ്ടാവാം. പക്ഷേ ഈ ഇവിടുത്തെ ജില്ലാ പ്രസിഡൻ്റാണ് ഇദ്ദേഹം അബ്ബാസ് അലി തങ്ങൾ, അദ്ദേഹം വരാതിരുന്നത് അത് വളരെ കൃത്യമായിട്ടും അത് ഈ സംവിധാനത്തിനകത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. നിശ്ചയമായിട്ടും അത് അങ്ങനെ തന്നെ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. മഹേഷ്, ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക് ഒന്നുകൂടി ഉണ്ട്. ഈ ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും അല്ലെങ്കിൽ തന്നെയും പാണക്കാട് തങ്ങൾമാർക്കെതിരായിട്ട് നേരത്തെ തന്നെ ആ കുടുംബത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം. ഇപ്പോൾ തന്നെ നമ്മൾ വെറുതെ സെർച്ച് ചെയ്താൽ പോലും ആര്യാടൻ മുഹമ്മദിൻ്റെ ചില പരാമർശങ്ങൾ ഏറ്റവും ഒടുവിലെത്തിയത് 2019 ഫെബ്രുവരി 27 ഇന്ത്യൻ എക്സ്പ്രസ് അച്ചടിച്ച ആര്യാടൻ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പിതാവുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ആര്യാടൻ ഇൻ ദ ഇൻ്റർവ്യൂ വിച്ച് വാസ് ക്യാരിഡ് ആസ് എ കവർ സ്റ്റോറി ഓഫ് സത്യധാര എന്ന് പറയുന്ന EK സുന്നി വിഭാഗത്തിൻ്റെ ഒരു മുഖമാസികയിൽ അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ട്: മുസ്ലിം ലീഗ് ഈസ് നൗ എൻ ഓർഡിനറി പൊളിറ്റിക്കൽ പാർട്ടി ജസ്റ്റ് ലൈക്ക് എനി അതർ പാർട്ടി ആൻഡ് ലോങ് ബിഫോർ ഐ ഹാഡ് ക്രിറ്റിസൈസ് ദ ദെൻ ലീഗ് സുപ്രീമോ ലേറ്റ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഓൺ ദ ലൈൻ ദാറ്റ് ഇഫ് ഹീസ് എ സ്പിരിച്വൽ ലീഡർ he should remain so, and if he is a political leader he is bound to be criticized. അതായത് ആര്യാടൻ മുഹമ്മദ് പറയുന്നത്, ഞാൻ നേരത്തെ മുതൽ തന്നെയും പാണക്കാട് തങ്ങന്മാരെ വിമർശിക്കാറുണ്ട്. നിങ്ങളൊരു മത നേതാവായിട്ട് തുടരുകയാണെങ്കിൽ അങ്ങനെ തുടരണം. അല്ലാതെ നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ വിമർശിക്കാനുള്ള
അധികാരം മറ്റുള്ളവർക്കുണ്ട്, ആ വിമർശാധികാരം ഞങ്ങൾ ഉപയോഗിക്കും എന്ന് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞതായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെയും പലയിടങ്ങളിലായിട്ട് കാണാം. അത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 2019 ഫെബ്രുവരി 27 ഒരു അഭിമുഖത്തിലെ ഭാഗമാണ് ഞാൻ വായിച്ചത്. അഭിമുഖമല്ല, അതൊരു വാർത്തയാണ്. സത്യധാരയിൽ അദ്ദേഹം കൊടുത്ത EK സുന്നി വിഭാഗത്തിൻ്റെ മുഖമാസികയായുള്ള സത്യധാരയ്ക്ക് അദ്ദേഹം അനുവദിച്ചൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇന്ത്യൻ എക്സ്പ്രസ് കോട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് ആര്യാടൻ മുഹമ്മദ് അങ്ങനെയായിരുന്നെങ്കിൽ ആര്യാടൻ ഷൗക്കത്തും ആ നിലക്ക് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ മഹേഷ് കൂടെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ രണ്ട് പ്രശ്നമുണ്ട്. അതായത് ഒന്ന്, ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദും പാണക്കാടൻ തങ്ങൾമാർക്കെതിരെ, പാണക്കാട് കുടുംബത്തിനെതിരെ പല കാലങ്ങളിലായിട്ട് നടത്തിയ വിമർശനങ്ങൾ. രണ്ടാമത്തേത്, ഈ PV അൻവർ വിഷയത്തിൽ മുസ്ലിം ലീഗ് എടുത്ത മുൻകൈയെ തള്ളിക്കളഞ്ഞു എന്നൊരു തോന്നൽ. മുസ്ലിം ലീഗ് യോഗത്തിനകത്ത് സതീശനെതിരായിട്ടുള്ള VD സതീശനെതിരായിട്ട് ഈ വിഷയത്തിൽ ഉയർന്നു വന്നു എന്ന് പറയുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങളെ MK മുനീർ തള്ളിക്കളഞ്ഞില്ല എന്ന കാര്യം അവിടെയുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ ഈ UDF കൺവെൻഷനകത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാവ്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും മറ്റുള്ളവരും പങ്കെടുത്തുവെങ്കിലും പാണക്കാട് തങ്ങന്മാരുടെ ഭാഗത്ത് നിന്ന്, ആ കുടുംബത്തിൽ നിന്ന് ആരും നേതാക്കൾ അല്ലെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ആരും വന്നില്ല എന്നത് അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നത്. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ വിദേശത്തും മറ്റുമൊക്കെയാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയായ, പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നേതാവ് അബ്ബാസ് അലി തങ്ങൾ വന്നില്ല എന്നത് അതിഗൗരവതരമായിട്ട് തന്നെയായിരിക്കും രാഷ്ട്രീയ കേരളം കാണുക എന്നാണ് എനിക്ക് തോന്നുന്നത്. മഹേഷ്, അക്കാര്യത്തിൽ ഒരു കാര്യം കൂടെ ചോദിച്ചാൽ, ഇത് നാളെ മുതൽ ഒരുപക്ഷെ പരിഹരിച്ചേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരമൊരു പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തുക എന്നത് മാത്രമാണ് പാണക്കാട് തങ്ങന്മാർ വിചാരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നാളെ വന്നിട്ട് ഇന്ന സാഹചര്യങ്ങളാലാണ് ഞങ്ങൾ അങ്ങോട്ട് വരാതിരുന്നത് എന്ന് അവർ പറയുകയും UDF എല്ലാ കാലത്തും എന്നതുപോലെ വളരെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയും അവരുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുക എന്നതുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമായിരിക്കും. പക്ഷേ താഴെ തട്ടിലേക്ക് ഈ ഒരു അതിർത്തി മുസ്ലിം ലീഗിനകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിലമ്പൂരിൽ അത് ഷൗക്കത്തിൻ്റെ മുഴുവൻ വോട്ടുകളും സമാഹരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുമെന്ന് മഹേഷ് വിചാരിക്കുന്നുണ്ടോ അവിടെ നിൽക്കുമ്പോൾ? അത്തരം ചില സാഹചര്യങ്ങൾ കാണാതിരുന്നുകൂടാ. സനീഷ് പറഞ്ഞ പോലെ തന്നെ ഈ പാണക്കാട് തങ്ങൾമാർക്കെതിരെ അതിനിശ്ചിത വിമർശനം നടത്തിയിട്ടുള്ളത് അത് LDF CPM ഒന്നുമല്ല. അത് പറഞ്ഞ പോലെ ആര്യാടൻ മുഹമ്മദ് തുടങ്ങി ആര്യാടൻ ഷൗക്കത്ത് വരെയാണ്. ആര്യാടൻ ഷൗക്കത്ത് നമ്മുടെ സന്തോഷ് സ്വാമി അവരൊക്കെ അറസ്റ്റാവുന്ന, ആദ്യത്തെ തട്ടിപ്പ് നടത്തുന്ന സന്യാസിമാർ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഈ സ്വാമിമാരെയൊക്കെ പിടികൂടുന്ന സമയത്ത് അതിനൊപ്പം തന്നെ ഇതിലും വലിയ ആത്മീയ വ്യാപാരം നടത്തുന്ന പാണക്കാട് കുടുംബത്തിൽ കയറി റെയ്ഡ് നടത്താൻ പോലീസിന് ധൈര്യമുണ്ടെന്ന് ചോദിച്ച ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. അത് ഷൗക്കത്ത് ഇപ്പോൾ അതൊക്കെ പറഞ്ഞ് എനിക്കിപ്പോൾ ഈ കുടുംബത്തിൽ നിന്നും പാണക്കാട് കുടുംബത്തിന് വെച്ച അനുഗ്രഹമാണ് എനിക്ക് ഏറ്റവും വലിയ ആശീർവാദം എന്നൊക്കെ കഴിഞ്ഞ ദിവസം കുഴപ്പനൊക്കെ തറവാടി പോയി അനുഗ്രഹം തേടുകയും അദ്ദേഹം പറയുകയൊക്കെ ചെയ്തു. പക്ഷേ എല്ലാം രാഷ്ട്രീയത്തിൽ പലതും മറന്നു കളയുമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഈ ഉപയോഗിച്ച വാക്കുകളൊക്കെ തന്നെ അവരെ നല്ലപോലെ മുറിപ്പെടുത്തിയ കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ തന്നെയും അന്തരീക്ഷത്തിലുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോകൾ ഇപ്പോൾ വ്യാപകമായി ഓടി നടക്കുന്നത് നമുക്കറിയാം. ഇലക്ഷൻ വരുമ്പം തീർച്ചയായിട്ടും ഇത്തരം പഴയ വീഡിയോകളൊക്കെ പൊങ്ങി വരും. അപ്പോൾ അദ്ദേഹം ഓരോരുത്തരെ പോയി കാണുമ്പോഴും അതിൻ്റെതായ ചില മുൻപ് ഉന്നയിച്ച വിമർശനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു. അതിൽ വളരെ പ്രധാനമായിട്ടും ഈ നമ്മളിവിടെ നിലമ്പൂരിൽ നിൽക്കുമ്പോൾ കാണുന്നതാണ് ഈ തങ്ങൾമാർക്കെതിരെ പറഞ്ഞ ഈ പ്രചാരണ വീഡിയോ. അത് അവരെ മുറിവേൽപ്പിച്ച വീഡിയോ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അസ്വസ്ഥമായ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അവരുടെ കൂടെയാണ് അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളും. ഇത് ഏത് തരത്തിലേക്ക് തിരിയും എന്ന തരത്തിലേക്കുള്ള ഭീതി എന്തായാലും UDF-നുണ്ട്. ഇതൊക്കെ ഗുണകരമാകുന്ന പ്രതീക്ഷയിലാണ് LDF. പക്ഷേ UDF ആണ് അവർ പലപ്പോഴും അത്തരം കാര്യങ്ങൾ വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, പ്രശ്നങ്ങൾ വരുമെങ്കിലൊക്കെ ടാക്ടിക്കലി പരിഹരിക്കാൻ കുറച്ച് സമർത്ഥർ കൂടിയാണ്. അതും കൂടെ കാണാതിരുന്നു കൂടാ. നിശ്ചയമായിട്ടും അവസാനത്തെ പോയിന്റാണ് മഹേഷ് ഇപ്പോൾ പറഞ്ഞ അവസാന വരിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. അതിനകത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ നല്ല ശേഷിയുള്ള ആളുകളാണ് UDF എന്ന് കാണാതെ ഇരുന്നുകൂടാ. എന്ന് മാത്രമല്ല UDF-ന് വലിയ വിജയപ്രതീക്ഷയുള്ള, അതിന് കാരണങ്ങളുമുള്ള ഇടമാണ് നിലമ്പൂർ എന്നതും കാണണം. അതുകൊണ്ട് ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ ഈ ഒരു ഒടക്കി നിൽക്കലാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിന് വലിയ വിജയം ഉറപ്പായും ഉണ്ടാകും എന്ന് പറയാവുന്ന നിലയൊന്നും ആയിട്ടില്ല എന്ന കാര്യം പ്രത്യേകമായിട്ട് പരിശോധിക്കേണ്ടതാണ്. മറ്റൊരു പ്രശ്നം PV അൻവറിൻ്റേതാണ്. അത് നമ്മൾ അടുത്ത വിഷയമായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മഹേഷിലേക്ക് ഒന്നുകൂടെ വന്നുകൊള്ളാം. ഇടതുപക്ഷം അവർക്ക് നിലമ്പൂരിൽ നിർത്താൻ കഴിയുന്നതിൽ ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥിയെ ഇറക്കി രാഷ്ട്രീയ മത്സരത്തിന് തയ്യാർ എന്ന് പ്രഖ്യാപിക്കുന്നു. UDF ക്യാമ്പ് മണ്ഡലത്തിലെ ജനകീയതയും മറ്റ് രാഷ്ട്രീയ സാധ്യതയും അളന്നു കൂട്ടിയും കിഴിച്ചും ഏറ്റവും യോഗ്യനെന്ന് അവർക്ക് തോന്നിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. NDAക്ക് ശരാശരി 10,000 വോട്ടെങ്കിലും സമാഹരിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് നിലമ്പൂർ എന്നതും കാണണം. ഇതിനിടയിലേക്കാണ് PV അൻവറിൻ്റെ എൻട്രി. LDF-നും UDF-നും NDAക്കുമെതിരെ മറ്റൊരു മുന്നണി നിലമ്പൂർ രാഷ്ട്രീയത്തിൽ അരങ്ങേറാൻ പോകുന്നു എന്ന കാര്യവുമുണ്ട്. അരങ്ങ സാധാരണമാം വിധം കൊഴുക്കുകയാണ്. രാഷ്ട്രീയ പരീക്ഷണങ്ങൾ അതിസാഹസികമാവുകയാണ്. കേരളത്തിൽ അധികം കേട്ടിട്ടില്ലാത്ത ചതുഷ്കോണ മത്സരം എന്ന പ്രയോഗം ഇനി 2 വാരം ആവർത്തിക്കും. RDX ഇന്നേതായാലും ഈ വിഷയത്തിൽ പ്രവചനങ്ങൾക്ക് മുതിരുന്നില്ല. എല്ലാ പ്രവചനങ്ങൾക്കും അപ്പുറത്തെ സംഭവ വികാസങ്ങൾ രാഷ്ട്രീയ കൗതുകത്തോടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അടുത്ത വിഷയത്തിലേക്ക്.